ഈ മോദി ഫാനുകളൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. ഇവർക്ക് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ വലിയ മെച്ചമാകുന്നു. ഇതിനകത്ത് ഒരു IT കൺസൾട്ടൻറ്റ് പറഞ്ഞ് ഇവർക്കൊന്നും 1% പോലും താല്പര്യമില്ല ഇന്ത്യയിലോട്ട് തിരിച്ചു വരാൻ. കാരണം ഇവർ അമേരിക്കൻ ലൈഫ് എൻജോയ് ചെയ്ത് ഇവർ നോക്കുന്ന അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ, അല്ലെങ്കിൽ കാനഡ, അല്ലെങ്കിൽ UK, അല്ലെങ്കിൽ GCC രാജ്യങ്ങൾ. അവർക്ക് ഇന്ത്യ വരാൻ താല്പര്യമില്ല വലിയൊരു ശതമാനത്തിൽ. കാരണം അവർ പറയുന്നത് അവർക്ക് ഇന്ത്യ വന്ന് ഇനി ആ രീതിയിൽ കോപ്പപ്പ് ചെയ്യാൻ പാടാണ്. ഇന്ത്യയിൽ ഈ പറയുന്ന സാലറി അവർക്ക് ആ ലൈഫ് സ്റ്റൈലൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അവരുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യ അല്ല. അതിൻ്റെ അകത്ത് 1-1.5% പോലും അവർ വെറുതെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതേ ഉള്ളൂ. മറ്റുള്ളിടത്ത് കിട്ടില്ല എങ്കിൽ ലാസ്റ്റ് ഓപ്ഷനായിട്ട് ഇന്ത്യയിൽ വരാം. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ അതേപോലെ സ്റ്റുഡൻറ് വിസയുടെ കാര്യം. ഈ പറയുന്ന സ്റ്റുഡൻസിന് അമേരിക്കൻ ഡ്രീം ഓൾമോസ്റ്റ് കഴിഞ്ഞു. അതായത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ നിയമമുണ്ട്, ഒരു സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ 4 വർഷത്തിൽ കൂടുതൽ അവിടെ നിൽക്കാൻ പാടില്ല. അപ്പോൾ ഈ PhD റിസർച്ച് 5, 6, 7 വർഷമൊക്കെ പോകുന്ന പല സെക്ടേഴ്സിലും പല മേഖലയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ആ ഓപ്ഷൻ ഇല്ലാതായി. അതേപോലെ ഹയർ സ്റ്റഡീസിന് പോകുന്നവരുണ്ട്. ഇപ്പം ഇവരുടെയൊക്കെ ഒരു പോക്കെന്ന് പറയുന്നത് നമ്മൾ അമേരിക്ക ഈ പറയുന്ന സ്റ്റുഡൻസിനെയും ഇവരൊക്കെ ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് പിന്നീട് അവിടെ H1B വിസയുമായി ബന്ധപ്പെട്ട പലയിടത്തും ഇവർക്ക് ജോലി കിട്ടും. കോഴ്സ് കഴിയുമ്പോൾ ക്യാമ്പസിൽ നിന്ന് റിക്രൂട്ട് ചെയ്യും, മറ്റു പലരും കയറിക്കൊണ്ട് പോകും. ആ ഒരു ഓപ്ഷനും ഇല്ലാതായി. അപ്പോൾ ഇവർ സ്റ്റുഡൻ്റായിട്ട് അമേരിക്ക പോകാൻ, കാരണം 5% ഇന്ത്യക്കാരെ മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ അമേരിക്ക പോയിട്ട് ഫർദർ ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റും. അതായത് അമേരിക്കൻ ഡ്രീം ഇല്ലാതായി. പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ കാനഡയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പോയി. ഏകദേശം 43,000-ഓളം ഇന്ത്യൻ ഒറിജിൻസ്, അതായത് ഇന്ത്യയിൽ നിന്ന് പോയവരെ ഇല്ലീഗലായിട്ട് ഇവിടെ താമസിക്കുന്നതെന്നാണ് അവിടുത്തെ ഗവൺമെൻറ് പുതിയൊരു റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം അവരെ മുഴുവനും ഡീപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അവരോട് ഇതിൻ്റെ മുഴുവനും കണക്കെടുത്തിട്ട് അവരോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് പത്രക്കുറിപ്പിൽ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് പഠനവും മറ്റു പരിപാടിയൊക്കെ ആയിട്ട് അവിടെ വന്നിട്ട് ടൂറിസ്റ്റ് അത് വന്നു കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് കനേഡിയൻസിൻ്റെയും ജോലി പോകുന്നത്. അതേപോലെ ഞാൻ ഈ പറയുന്നത് ഈ കാനഡ അത്ര സ്മൂത്ത് അല്ല, ഓസ്ട്രേലിയയും സ്മൂത്ത് അല്ല, UK സ്മൂത്ത് അല്ല ജോലി കിട്ടുക എന്ന് പറയുന്നത്.